ഓൾ, ദിസ് ഇസ് കോക്ക്. 2025 മാർച്ച് 27 ലൂസിഫർ 2 എമ്പുരാൻ റിലീസ് ചെയ്യപ്പെടുന്നു. മലയാളത്തിൻ്റെ മോഹൻലാൽ, സംവിധായകൻ പൃഥ്വിരാജ് സുകുമാരൻ, റൈറ്റർ മുരളി ഗോപി. ഞാൻ ഉൾപ്പെടെ വലിയ വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷം മലയാളികൾ ഒരു ആഴ്ചത്തേക്കുള്ള ടിക്കറ്റുകൾ ഒന്നാകെ ബുക്ക് ചെയ്ത്, അതായത് ഫസ്റ്റ് ഡേ കിട്ടാത്ത ആളുകൾ രണ്ടാമത്തെ ഡേ, മൂന്നാമത്തെ ഡേ, അങ്ങനെ ഇതാ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഞായറാഴ്ച വരെയുള്ള ടിക്കറ്റ്സ് സോൾഡ് ഔട്ടായ ടിക്കറ്റ് സെല്ലിങ്ങിൽ ബുക്ക് മൈ ഷോ ക്രാഷാക്കി റെക്കോർഡിട്ട ഒരു സിനിമ റിലീസിങ്. അങ്ങനെയുള്ള ഒരു സിനിമ റിലീസാവുകയും ഞാൻ ആദ്യ ദിനം 6 AM ഉള്ള ഷോ കണ്ടതാണ്. അതിൻ്റെ റിവ്യൂ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് സിനിമ സാറ്റിസ്ഫൈങ് ആയിരുന്നില്ല. അതിൻ്റെ കാര്യകാരണ സഹിതം ഞാൻ അത് പോസ്റ്റ് ചെയ്തതാണ്. ഈ വീഡിയോ അതിനെക്കുറിച്ചല്ല. എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയുടെ ആസ്വാദനത്തെക്കുറിച്ചോ അതിൻ്റെ നിലവാരത്തെക്കുറിച്ചോ അത് ഉണ്ടാക്കിയിട്ടുള്ള കൊമേഴ്ഷ്യലായിട്ടുള്ള ഇമ്പാക്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ആർട്ട് ഫോം എന്ന നിലയ്ക്ക് അത് നൽകിയിട്ടുള്ള സംഭാവനയെക്കുറിച്ചോ ഒന്നല്ല പറയുന്നത്. ഇന്ന് ഈ നിമിഷം വരെ ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ, സിനിമ ഇറങ്ങുന്നു, ഫാൻസാണ് സ്വാഭാവികമായിട്ട് ആദ്യം ഷോസ് കാണുന്നത്. പിന്നെ അല്ലാത്ത സിനിമ കുതികികളായിട്ടുള്ള ആളുകളും സിനിമ കയറി കാണുന്നു. അതിനുശേഷം മിക്സഡ് ഒപ്പീനിയൻ വരുന്നു. ഒരു വിഭാഗം, ഞാൻ ഉൾപ്പെടുന്ന കുറച്ച് ആളുകൾക്ക് സിനിമ സാറ്റിസ്ഫൈങ് അല്ല എന്ന രീതിക്ക് അഭിപ്രായം രേഖപ്പെടുത്തുകയും സോഷ്യൽ മീഡിയയിൽ കൂടെയും അല്ലാതെയൊക്കെ തന്നെ ഫാൻസ് ഉൾപ്പെടെ വലിയ ഒരു വിഭാഗത്തിന് സിനിമ ഗംഭീര സിനിമയാണെന്നും അന്യായ തിയേറ്റർ എക്സ്പീരിയൻസ് ആണെന്നും വീണ്ടും കാണാൻ ഉള്ളതുണ്ടെന്നും എന്നൊക്കെ പറഞ്ഞ് L3 വേണ്ടി കാത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ. ഇതിന് ഒരു ടേൺ ഉണ്ടാവുന്നത് എവിടെ വെച്ചാണെന്ന് കഴിഞ്ഞാൽ, ഈ സിനിമയുടെ കോണ്ടന്റ് ഞാൻ റിവ്യൂവിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഈ സിനിമയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള, ഏറ്റവും ഗംഭീരമായിട്ടുള്ള, മറ്റേ അവിടെ ഇവിടെയും പോയിട്ട് ഷൂട്ട് ചെയ്ത് ലൊക്കേഷൻ പെർഫെക്ഷൻ ടെക്നിക്കൽ ക്വാളിറ്റി അതൊന്നുമല്ല. ഈ സിനിമയുടെ ഒരു എസൻസ് ഓഫ് ദിസ് ഫിലിം എന്ന് പറയുന്ന ആദ്യത്തെ ഒരു അരമണിക്കൂറാണ്. അത് ഗുജറാത്തിൽ നടന്നിട്ടുള്ള 2002 ഗോത്ര കലാപമായിട്ട് ബന്ധപ്പെട്ട്, അതിന് ഗോത്ര സംഭവം ട്രെയിൻ തീവച്ചതിന് ശേഷം തുടർന്നുണ്ടായിട്ടുള്ള കലാപവുമായി ബന്ധപ്പെട്ട് കാണിച്ചിട്ടുള്ള ആ ഒരു നറേഷൻ, ആ ഒരു സീൻസ്, ആ ഒരു സീക്വൻസാണ്. അവിടെ പൃഥ്വിരാജ് ചെയ്തു വെച്ചിരിക്കുന്നത് സിനിമാറ്റിക്കലി, ഈസ്തെറ്റിക്കലി, സിനിമ എന്ന് പറയുന്ന ആർട്ട് ഫോമിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് ഗംഭീരമായിട്ട് ഒരു രാജമൗലി ചിത്രം നൽകുന്ന ഇമ്പാക്റ്റ് നൽകിയിട്ടുള്ള ആദ്യത്തെ അരമണിക്കൂർ. അതിനുശേഷമാണ് എനിക്ക് പേഴ്സണലി സിനിമ കേരളത്തിലേക്ക് വരികയും പിന്നീട് അങ്ങോട്ട് സിനിമ എനിക്ക് ഡൗൺ ആവുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. അതെനിക്ക് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ആ സീൻസിനെ കുറിച്ച് ചർച്ചകൾ വരികയും അത് എക്സ്പോസ്ഡ് ആവുകയും അത് പിന്നെ സംഘവിരുദ്ധ ഇവർ പറഞ്ഞു വെക്കുക, സംഘപരിവാർ അല്ലെങ്കിൽ തീവ്ര വലത് ആളുകൾ പറഞ്ഞു വെക്കുക ഹിന്ദുത്വ വിരുദ്ധ എന്നുള്ള സാധനമാണ്. അതല്ല, അത് ആക്ച്വലി സംഘവിരുദ്ധ സാധനമാണ്. അപ്പോൾ അത് എങ്ങനെയാണ് മുരളി ഗോപി എഴുതി വെച്ചിരിക്കുന്നത്? അതിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃത്യമായിട്ട് ഈ തീ വെച്ചത് ആണ് ഇതിൻ്റെ ടൈറ്റിലിൻ്റെ സമയത്ത് കാണിക്കുന്നത്. സന്യാസിമാരൊക്കെ ഇങ്ങനെ ഇരുന്ന് കത്തണത് കാണിക്കണം. അത് കാണിച്ചതിന് ശേഷം പിന്നെ ഒരു പയ്യനെ അതിക്രൂരമായിട്ട് കൊല്ലുന്നതും, അത് ഒരു മുസ്ലിം പയ്യനെ, അതിനുശേഷം അത് അവർ പലായനം ചെയ്യുന്നതൊക്കെയാണ് സിനിമയിൽ കാണിക്കുന്നത്. പിന്നെ അവരെ കൊല്ലുന്നതൊക്കെയാണ് അതിക്രൂരമായിട്ട്, ഗർഭിണി ഉൾപ്പെടെ കൊല്ലുന്ന, റേപ്പ് ചെയ്ത് കൊല്ലുന്ന ഉൾപ്പെടെയുള്ള സാധനങ്ങൾ. അപ്പോൾ അത് നീക്കം ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഇന്ന് ലാലേട്ടൻ പോസ്റ്റ് ഇടുകയും അത്തരം സീൻസ് നീക്കം ചെയ്യും, എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവ വികാസങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന ഡയറക്ടറാണല്ലോ സിനിമ ഉണ്ടാക്കുന്നത്. അപ്പോൾ മുരളി ഗോപി എഴുതി വെച്ച ഒരു സാധനം, അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് അവർക്കറിയാം പൃഥ്വിരാജ് എന്തായി കഴിഞ്ഞാലും മണ്ടനല്ലല്ലോ, മറ്റ് പല ആളുകളെ പോലെയല്ല പൃഥ്വിരാജ്. അപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം ഇതുണ്ടാക്കാൻ പോകുന്ന ഫാർ റീച്ചിങ് കോൺസിക്വൻസസ്, പ്രത്യേകിച്ചും ഇന്ത്യയിൽ ഇത്രയും പാൻ ഇന്ത്യൻ പടമായിട്ട് ഇറക്കുന്ന ഒരു സിനിമ. പിന്നെ കേരളത്തിലും ഇപ്പോഴും അറ്റ്ലീസ്റ്റ് ഗ്രൗണ്ട് ലെവൽ സ്ട്രോങ് അല്ലെങ്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഈ തീവ്ര വലത് ആൾക്കാർ നല്ല സ്ട്രോങ്. ഇത് വലിയ പ്രശ്നമൊന്നും അറിയാത്ത ഒരാളൊന്നായിട്ട് എനിക്ക് പേഴ്സണലി പൃഥ്വിരാജിനെ കുറിച്ച് അഭിപ്രായമില്ല. അദ്ദേഹം കൃത്യമായിട്ടുള്ള കൺവിക്ഷനുള്ള ആളാണ്, അദ്ദേഹത്തിന് അറിയാം. മുരളി ഗോപി ഓൾസോ ഓഫ് കോഴ്സ്. അപ്പം ഇങ്ങനെ സിനിമ ഇറങ്ങുന്നു, അത് വിവാദമായി കഴിഞ്ഞതിന് ശേഷം ആളുകൾ കൂടുതലായിട്ട് ഈ സിനിമ കാണാനുണ്ടായിട്ടുള്ള ഈ സെക്കൻഡ് ഫേസിൽ വന്നിട്ടുള്ള കാര്യം എന്തുവാ? കേരളത്തിൻ്റെ ഒരു പൊതുവികാരമുണ്ട്, ഒരു പിന്നെ സെക്കുലർ ആറ്റിറ്റ്യൂഡ് ഓഫ് കേരള പീപ്പിൾ, മെജോറിറ്റിയുടെ. അതായത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത്, പ്രത്യേകിച്ചും സംഘവിരുദ്ധത ഭയങ്കരമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ സ്വാഭാവികമായിട്ടും
ഇതൊരു പൊളിറ്റിക്സാണ്. ഈ സിനിമ കാണൽ ഒരു പൊളിറ്റിക്സാണ്. എനിക്ക് കുറേ പേര് പേഴ്സണൽ മെസ്സേജ്, നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിച്ചത്, നിങ്ങൾ സിനിമയെ മോശം. ഞാൻ സിനിമയെ കൺസീവ് ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായം പറയുന്നത് എൻ്റെ പൊളിറ്റിക്സ് മാത്രം നോക്കിയിട്ടൊന്നുമല്ല. ആ സിനിമ എനിക്ക് ഉണ്ടാക്കിയിട്ടുള്ള ആസ്വാദന നിലവാരത്തിൻ്റെ സ്കെയിൽ വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഇത് സംഘവിരുദ്ധ സിനിമയായതുകൊണ്ട് ഇതിനെ അങ്ങ് പൊക്കി അടിച്ചാൽ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരു സിനിമയെക്കുറിച്ച് ഒരു രാഷ്ട്രീയത്തിൻ്റെ ബേസ് ചെയ്തിട്ട് ഞാൻ സിനിമയ്ക്ക് അഭിപ്രായം പറഞ്ഞിട്ടില്ല, എനിക്ക് പറയാൻ പോകുന്നില്ല. പറഞ്ഞു വന്നത് ഇതൊരു ഈ സിനിമ കാണുക എന്നുള്ളത് തന്നെ ഒരു പൊളിറ്റിക്സ് ആക്കി എടുത്തു കുറേ ആളുകൾ. ഫാൻസിൻ്റെ കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത്. രാഷ്ട്രീയം പേറുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയം ഉള്ളിലുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയവാദികളായിട്ടുള്ള ആളുകൾ അതങ്ങനെ എടുക്കുകയും ധാരാളം പേര് സിനിമ കാണുകയും ചെയ്തു. കാരണം തീവ്ര വലതിനെതിരെയുള്ള ഒരു സിനിമ കാണുക എന്നുള്ള ഒരു ഇറ്റ്സ് എ സ്റ്റേറ്റ്മെൻറ്റ് എന്ന നിലയ്ക്ക് അങ്ങനെ ഒരുപാട് ആളുകൾക്ക്, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ ഈ ആദ്യത്തെ അരമണിക്കുള്ള സീനും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട റിവെഞ്ചൊക്കെ പക്ക തട്ടുപൊളിപ്പൻ തെലുങ്ക് സിനിമ പോലെ ആണെങ്കിൽ കൂടെ ആ സിനിമയുടെ ഒരു കോണ്ടന്റ് വൈസ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് പൊളിറ്റിക്സ് സിനിമ ഒരുപാട് ആളുകൾ കാര്യം കണ്ടു. അങ്ങനെ ലാലേട്ടനും പൃഥ്വിരാജിനൊക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും എസ്പെഷ്യലി ലെഫ്റ്റ്, ഇവിടുത്തെ ഇടതുപക്ഷം കൃത്യമായിട്ടുള്ള നിലപാട്, അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് സാക്ഷാൽ പിണറായി വിജയൻ, CM ഓഫ് കേരള. സിനിമ കണ്ടു, അദ്ദേഹം അതിനുശേഷം പോസ്റ്റ് ഇട്ടു. ആലോചിക്കണേ, ഈ സിനിമയിൽ സഖാവ് പിണറായി വിജയനെ പല ഇൻസ്റ്റൻസിൽ പച്ചയ്ക്ക് ഇതിൽ സർക്കാസ്റ്റിക്കലി ട്രോളിയിട്ടുണ്ട്. ഒന്ന് മറ്റേ തിരുവാതിര കളിക്കുന്നത്, അതിന് തന്നെ സെറ്റിട്ട പൈസ എത്രയും ആലോചിച്ച് നോക്കി. ഇത്രയും സ്ത്രീകളെ മേക്കപ്പ് ഇടിച്ച് ഒരു ഗ്രൗണ്ടിൽ നിർത്തി അത് ഷൂട്ട് ചെയ്യാനുള്ള പരിപാടി, സിനിമ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ ബുദ്ധിമുട്ട്. ഇത്രയും ജൂനിയർ ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് ഒരു സീൻ ഷൂട്ട് ചെയ്യും, ഒരു ജസ്റ്റ് സർക്കാസ്റ്റിക് സീൻ ഷൂട്ട് ചെയ്യും. എന്നിട്ടും അദ്ദേഹത്തിന് പ്രശ്നമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വലുപ്പം ആലോചിക്കണം. ഒരു പൊളിറ്റിക്കലി കാര്യങ്ങളെ നേരിടുന്നതിൻ്റെ വലുപ്പമാണ് അവിടെ കാണിക്കുന്നത്. കറുത്ത മാസ്കിന് പകരം വെളുത്ത മാസ്ക് വെക്കാൻ ആവശ്യപ്പെട്ടു എന്നൊക്കെ അദ്ദേഹത്തെ കളിയാക്കിയതാണ്. അങ്ങനെ ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ, ജനനായകർ ഉണ്ടാവുന്ന ജനഹൃദയങ്ങളിൽ നിന്നാണ്, അല്ലാതെ മാസ്ക് മാറ്റിച്ചിട്ടല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പച്ചയ്ക്ക് മുരളിഗോപി എഴുതി വെച്ചിട്ട് പൃഥ്വിരാജ് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്നും അദ്ദേഹം കാര്യമൊക്കെ എടുത്തിട്ടില്ല. അദ്ദേഹം പോസ്റ്റ് ഇട്ടു. അപ്പോൾ അതായത് അതുൾപ്പെടെ ഇവിടുത്തെ സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾ ഉൾപ്പെടെ ശക്തമായ പിന്തുണ ഈ സിനിമയ്ക്ക്. ഈ സിനിമയെ പോലെ ഭാഗ്യം ചെയ്തൊരു സിനിമ മലയാള സിനിമ ചരിത്രത്തിൽ, ലോക സിനിമ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. കാരണം സിനിമ ഇറങ്ങുന്നതിന് മുൻപേ പരസ്യം ആവശ്യമില്ല. കാരണം എല്ലാ മെയിൻ സ്ട്രീം സാറ്റലൈറ്റ് ചാനൽസും എല്ലാം ഏറ്റെടുത്ത് പരസ്യം പോലെ, അത് എമ്പുരാൻ തന്നെ ടോക്സ്. എല്ലാ യൂട്യൂബേഴ്സും എമ്പുരാനെ കുറിച്ച് ഇഷ്ടം പോലെ വീഡിയോസ് ചെയ്യുന്നു. അത്ര റീച്ചുള്ള യൂട്യൂബേഴ്സ് എല്ലാവരും പോസ്റ്റുകൾ എഴുതിയിടുന്നു. സിനിമ ലാൻഡ് ചെയ്യുന്നതിന് മുൻപേ ഇത്രയും ഹൈപ്പ് കിട്ടിയ, എല്ലാവരും അറിഞ്ഞ, ബുക്ക് മൈ ഷോയിൽ ക്രാഷായ ഒരു സിനിമ. അതിനുശേഷം ഒരു പൊളിറ്റിക്കലായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് എന്ന നിലയ്ക്ക് എല്ലാവരും സിനിമ കാണാൻ വേണ്ടി തയ്യാറാവുന്നു, CM ഉൾപ്പെടെ. അങ്ങനെ കണ്ട് നിരുപാധികം പിന്തുണ പ്രഖ്യാപിച്ച്, അതായത് കേരളത്തിന് ഒരു സംഘവിരുദ്ധ മനസ്സുണ്ടല്ലോ, അത് കൃത്യമായിട്ടുള്ള ഉണർന്ന് എല്ലാവരും, അത് അവിടെ ഇക്ക ഫാൻസ് ഒന്നുമില്ല. ഇക്ക ഫാൻസിന് പിന്നെ ബേസിക്കലി അറിയാലോ സംഘവിരുദ്ധത കാണും എന്നുള്ള സ്വാഭാവികം. അപ്പോൾ അങ്ങനെ എല്ലാവരും കാണുകയും വെയിറ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ ഇന്നിപ്പോൾ അതിനിടയ്ക്ക് കുറച്ച് റൂമേഴ്സ് വന്നു. മറ്റേ ഇതിൻ്റെ പ്രൊഡ്യൂസർ കൂടിയായിട്ടുള്ള ഗോകുലം ഗോപാലിന് നീരസമുണ്ട്, പല സീൻസും മാറ്റണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നുള്ള ന്യൂസ് വന്നു. അതിനുശേഷം ഇത് മാറ്റാൻ വേണ്ടി പോവുകയാണെന്നുള്ള റൂമേഴ്സ് വന്നു. പക്ഷെ ഒന്നും ലീഗലി അല്ലേ, ആരും കോടതിയിൽ പോയിട്ട് ആവശ്യപ്പെട്ടിട്ട് കോടതി പറഞ്ഞതല്ല നീക്കം ചെയ്യണമെന്ന്, അല്ലെങ്കിൽ സെൻസർ ബോർഡ് വീണ്ടും സെൻസർ ചെയ്ത് മാറ്റണമെന്ന് പറഞ്ഞല്ല, ഇവിടെ നിന്നൊരു ഓർഡറിൻ്റെ ഭാഗമായിട്ടല്ല. ഇത്തരം സീനുകൾ കുറേ ആൾക്കാരെ അലോസരപ്പെടുത്തി എന്നുള്ളത് കൊണ്ട്, കുറേ ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ തീവ്ര വലതിനെ അലോസരപ്പെടുത്തി എന്നുള്ളത് കൊണ്ട് ഇത് നീക്കം ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നൊക്കെയുള്ളൊരു റൂമേഴ്സ് വന്നുകൊണ്ടിരിക്കുന്ന സമയത്തും ആളുകളില്ല. ഇതിങ്ങനെ തന്നെ മലയാളികൾ കാണും, ഇത് നമ്മുടെ കാണേണ്ട സിനിമയാണ്, ഇതിൽ എന്ത് കാണിച്ചു കഴിഞ്ഞാൽ ചരിത്രപരമായിട്ട് വളച്ചൊടിച്ചെന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിലും എന്നുള്ളതാണ്. ഇവിടെ കേരള സ്റ്റോറിയും അതുപോലെ തന്നെ കാശ്മീരി ഫയലൊക്കെ ഇറങ്ങിയ സമയത്ത് കേരളത്തിൽ പ്രത്യേകിച്ച് പ്രശ്നം ഉണ്ടായിട്ടില്ല. കാരണം കേരളം അങ്ങനത്തെ ഒരു ഇടമല്ലല്ലോ. വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, വളരെ ഹൈബ്രിഡ് ആയിട്ടുള്ള, വളരെ മൊസായിക് ആയിട്ടുള്ള ഒരു കൾച്ചറുള്ള, ഒരു റിലീജിയസ് ഹാർമണിയുള്ള ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് ഇവിടെ ഇടത് രാഷ്ട്രീയം നിലനിൽക്കുന്നിടത്തോളം കാലം അതങ്ങനത്തെ ഇടതായാലും വലതായി കഴിഞ്ഞാലും. പക്ഷേ എക്സ്ട്രീം വലതിനെ കുറിച്ചെല്ലാം പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്കാണ് എമ്പുരാനും വരുന്നത്, അതും മലയാളത്തിൽ തന്നെ സിനിമ. അവിടെ എങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രതീക്ഷിതം എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ കൂടെ ഇത് കയ്യിൽ നിന്ന് പോയ അവസ്ഥയും. അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് ഇത്രയും ആളുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഇന്ന് ലാലേട്ടൻ്റെ പോസ്റ്റ് വരുന്നത്. കുറേ ആളുകളെ വേദനിപ്പിച്ചു. ആരാണ് ഈ കുറേ ആളുകൾ? തീവ്ര വലത് അവരെ വേദനിപ്പിച്ചു. അദ്ദേഹം ബേസിക്കലി അങ്ങനെ സർക്കിളിൽ നിൽക്കുന്ന ഒരാളാണെന്നുള്ള ഒരു ആക്ഷേപം കാലാകാലങ്ങളായിട്ടുണ്ട്, കുറേ കാലങ്ങളായിട്ടുണ്ട്.
അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്നലെ മേജർ രവി ഉൾപ്പെടെയുള്ള ആളുകൾ വന്നിട്ട് പിന്നെ ലാലേട്ടൻ അത് അറിയില്ലായിരുന്നു പറഞ്ഞ് ന്യായീകരിച്ചിട്ടുണ്ട്. അതൊക്കെ ചുമ്മാതാണ്. ലാലേട്ടൻ ഈ സിനിമ കണ്ടില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. ചിലപ്പോൾ അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത സിനിമയൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണല്ലോ വീണ്ടും വീണ്ടും അദ്ദേഹത്തിനെ പോലുള്ള ആളുകൾക്ക് ഡേറ്റ് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് എമ്പുരാൻ എന്തായാലും ലാലേട്ടൻ കണ്ടു കാണും. അദ്ദേഹം പിന്നെ ഇങ്ങനെ ചിന്തിച്ചാലില്ല, മന്നെ നല്ല സിനിമയാണ്, മന്നെ മക്കളെ പോയി പടം കാണും എന്ന് പറഞ്ഞ് പുള്ളിക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ല, പുള്ളി ഇതിനെക്കുറിച്ച് ബോധവുമില്ല. ഇങ്ങനെ പ്രശ്നം വന്നപ്പോഴായിരിക്കും പുള്ളി അവെയർ ആയത്. പുള്ളി വേറെ വഴിയില്ല, കാരണം പുള്ളിയുടെ സർക്കിൾ അതാണ്. ഇപ്പോൾ പൃഥ്വിരാജനാണെങ്കിൽ ഇങ്ങനെ മാപ്പ് എഴുതിയിടേണ്ട കാര്യമില്ല, കാരണം പുള്ളിയുടെ സർക്കിൾ അതല്ല. പക്ഷേ ലാലേട്ടൻ്റെ സർക്കിൾ അതാണ്. ഇനി മമ്മൂട്ടിയാണെങ്കിൽ അത് വേറെ ഒരു ഡയമെൻഷനിലേക്ക് പോയനെ. പുള്ളി ഒരിക്കലും ഇങ്ങനെ അബദ്ധത്തിൽ ചെന്ന് ചാടില്ല. ഇത് അബദ്ധം എന്നല്ല ഞാൻ പറയുന്നത്, ഇങ്ങനത്തെ ഒരു കോൺട്രവേഴ്ഷ്യലുള്ള കാര്യത്തിലേക്ക് പോകാൻ വേണ്ടി പുള്ളി ഒരിക്കലും തയ്യാറാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഇൻസ്റ്റൻസിൽ ലാലേട്ടന് വേറെ വഴിയില്ല, നട്ടല് വളയ്ക്കാതെ വഴിയില്ല. കാരണം ഇത് നട്ടല് നിവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തെറിയ വിളിക്കുന്ന പറയും ലാലേട്ടനെ. ബ്രാക്കറ്റിൽ എക്സ് ലാലേട്ടൻ, മോഹൻലാൽ ബ്രാക്കറ്റിൽ എക്സ് ലാലേട്ടൻ. എനിക്കറിയുന്ന പല ആളുകളും, അതായത് പക്കാ സംഖ്യകളായിട്ടുള്ള ലാലേട്ടനെ തലയിൽ എടുത്തു വെച്ച് നടന്ന ആളുകളൊക്കെ ജാതി തെറിയ വിളിക്കുന്ന ലാലേട്ടനെ തടിയെന്നൊക്കെ വിളിച്ചിട്ട് ചീത്ത വിളിക്കുക. അപ്പോൾ ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ബേസിക്കലി ഇതാണ് മൊത്തം ഇവരുടെ രാഷ്ട്രീയം. അതിനപ്പുറത്തേക്ക് മോഹൻലാലും ഇല്ല, ആരുമില്ല. അപ്പോൾ അത് ലാലേട്ടൻ മനസ്സിലായിക്കാണ്, അല്ലെ മനസ്സിലായ ആളുകൾ പറഞ്ഞു കൊടുത്താണ് ഇത് കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെന്ന്. കാരണം നാളെ ഈ പരിപാടി തുടരണ്ടേ ഇവിടെ, മനസ്സിലായില്ലേ? പൃഥ്വിരാജ് ഷെയർ ചെയ്ത് എന്തുകൊണ്ടാണ്? വേറെ വഴിയില്ല, ഷെയർ ചെയ്ത വഴിയില്ല. സുപ്രീമനെ വലിയ പോസ്റ്റൊക്കെ ഇട്ടല്ലോ, ആളറിഞ്ഞ് കളിക്കണമെന്ന്. നടക്കൂല. അങ്ങനെ ആളറിഞ്ഞ് കളിക്കണമെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കാൻ സിനിമയിൽ നടക്കും. ലൈഫിൽ ഇത്തിരി പാടാം, ഇച്ചിരി കൂടെ നോക്കണം. കാരണം ഇത് പ്രശ്നമാണ്. പ്രത്യേകിച്ച് ലാലേട്ടനെ വെച്ച് പണം ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ എന്തായി കഴിഞ്ഞാൽ പണം വരുന്നുണ്ട്, അതിൽ യാതൊരു തർക്കവും. അതിന് പല റീസൺസ്. ഞാൻ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് ഫേസിലുള്ള എമ്പുരാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഹൈപ്പിൽ എല്ലാവരും, ഞാൻ ഉൾപ്പെടെ എല്ലാവരും പ്രതീക്ഷിച്ചതിൻ്റെ പുറത്തുണ്ടായിട്ടുള്ള ബുക്കിംഗ്. സെക്കൻഡ് ഫേസിൽ ഈ സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരുന്നത്, ഇടതുപക്ഷത്തിന് ഉൾപ്പെടെ സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ തേർഡ് ഫേസ് ഇന്ന് മുതൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടം സീൻസ് റിമൂവ് ചെയ്യും എന്നുള്ള വെപ്രാളത്തിൽ വൻ ബുക്കിംഗ്. ഇനി സീൻസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ ഞാനൊന്നുകൂടെ കാണുന്ന വിചാരിക്കണം സീൻസ് റിമൂവ് ചെയ്തതിന് ശേഷം, എന്നിട്ട് വേണമെങ്കിൽ റിവ്യൂ കൂടെ ചെയ്യാം. കാരണം അതിൻ്റെ ഇമ്പാക്റ്റ് അറിയാലോ, ആ സീൻസ് ഉണ്ടാക്കിയിരിക്കുന്ന ഇമ്പാക്റ്റ് എന്തായിരുന്നു അനലൈസ് ചെയ്യാലോ. അപ്പോൾ വീണ്ടും സീൻസ് റിമൂവ് ചെയ്തതിന് ശേഷം പണം എങ്ങനെയാണെന്ന് അറിയാൻ ചിലപ്പോൾ ആൾക്കാർ വീണ്ടും കയറി കാണും. എൻഡ് ഓഫ് ദി ഡേ പണം ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ ഈ സിനിമ പണം കൊയ്യും. ഓൾറെഡി 100 കോടി കഴിഞ്ഞു, 150, 200 കഴിഞ്ഞ് പോകുമായിരിക്കും. പണം വരും, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഈ സിനിമ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുകമറയുണ്ട്, ഒരു കെയോസ് ഉണ്ട്. അത് വല്ലാത്ത ജാതി സംഭവമാണ്. കാരണം ഇപ്പോഴും ഒരു സിനിമ നമ്മുടേതായിട്ടുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം ഉപയോഗിച്ച് എഴുതി സെൻസർ ചെയ്ത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും സെൻസിറ്റീവായിട്ടുള്ള ആളുകളെ അത് ഏതെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകാൻ കേരളം പോലുള്ള ഒരു സ്ഥലത്ത് പോലും സാധ്യമല്ല എന്നുള്ളതാണ്. നിയമപരമായിട്ടല്ല പറയുന്നത്, രാഷ്ട്രീയപരമായിട്ടുള്ള സാഹചര്യത്തിൽ പോലും, കേരളം പോലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള സാഹചര്യത്തിൽ പോലും സാധിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭീകരമായിട്ടൊരു അവസ്ഥയാണ്. അത് തീവ്ര വലുതായിക്കോട്ടെ, ഇനിയിപ്പം മറ്റേ ടീംസ് ആയിക്കോട്ടെ, സുഡാപ്പികളായിക്കോട്ടെ, ആരെ കഴിഞ്ഞാലും. പണ്ട് ജോസഫ് മാഷ കൈവെട്ടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയാലോ. അപ്പം അവരായാലും ഇവരായി കഴിഞ്ഞാലും ഡേഞ്ചറാണ്. നമ്മളൊരു കാര്യം, ഒരു വീഡിയോ ചെയ്യുമ്പോഴും, ഒരു പുസ്തകം എഴുതുമ്പോഴും, ഒരു സിനിമ ഉണ്ടാക്കുമ്പോഴും പേടിക്കും. അപ്പോൾ അത് ആ രീതിയിൽ നമ്മളെ നാട്ടിലും ജീവിക്കാൻ പറ്റുമെന്ന് മനസ്സിലായില്ലേ? അത് എമ്പുരാൻ ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഇനി നാളെ പൃഥ്വിരാജോ മറ്റൊരാളോ സിനിമ എടുക്കുന്ന സമയത്ത് ആലോചിക്കൂലേ ഇതുണ്ടാക്കാൻ പോകുന്ന ഫാർ റീച്ചിങ് കോൺസിക്വൻസസ്. അപ്പോൾ അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഒരു സാഹചര്യം എന്നുള്ളത് ഇതിൽ കൃത്യമായിട്ട് ആരെയും ടാർഗറ്റ് ചെയ്തിട്ട് പറയാൻ പറ്റിയൊരു വിഷയമല്ല എന്നുള്ളതാണ്. ലാലേട്ടൻ്റെ ഭാഗത്ത് നിന്ന് ആലോചിച്ച സമയത്ത് പുള്ളി പെട്ടു. ഇനിയിപ്പോൾ തടിയൊരു രക്ഷയില്ല. പുള്ളിക്ക് ഇതിൽ ഇടമെന്നായിട്ട് ഉറച്ചു നിൽക്കാൻ പറ്റൂല. പുള്ളിയെ ഒതുക്കും മീൻസ് നടൻ എന്ന നിലയ്ക്ക് ഒതുക്കും എന്നുള്ളതല്ല, മാനസികമായിട്ട് പുള്ളി ഒതുങ്ങിപ്പോകും. കാരണം പുള്ളി അത്രയും വൾണറബിൾ സിറ്റുവേഷനിലേക്ക് എത്തിപ്പെട്ടു പോയി ഈ ഒരു സാഹചര്യത്തിൽ, ഈ സിനിമയിൽ അഭിനയിക്കുകയും നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ. പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം ലാലേട്ടൻ്റെ സപ്പോർട്ട് ഇല്ലാതെ പുള്ളിക്ക് ഈ സിനിമയിലെങ്കിലും അറ്റ്ലീസ്റ്റ് നിൽക്കാൻ പറ്റില്ല. പുള്ളിക്ക് ഷെയർ ചെയ്തേ പറ്റും. പുള്ളി എന്തെങ്കിലുമൊക്കെ ഉദ്ദേശിച്ചാണ് ചെയ്തതെങ്കിൽ കുറേ കയ്യിൽ നിന്ന് പോയി. പിന്നെ ഈ തീവ്ര വലത് ആൾക്കാരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഏത് ചരിത്രം കാണിക്കുന്ന സമയത്തും അത് പൂർണ്ണമായി കാണിക്കാം. കുറച്ച് കാര്യം മുറിച്ചങ്ങ് മാറ്റിയിട്ട് പകുതിയും തുടങ്ങിയിട്ട് ഇങ്ങനെയാണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല. അത് എന്ത് കാണിക്കാൻ ശ്രമിച്ചാലും അത് പൂർണ്ണമായി കാണിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ശരിയുണ്ട്. ഇനി അങ്ങനെ തീവ്ര വലതിൻ്റെ ഭാഗത്തുനിന്ന് ഇത്രയും പ്രശ്നം ഉണ്ടാകുന്ന സമയം അതിനെ എതിർക്കേണ്ട ബാധ്യത ഇടതിനും ഇതുപോലെ തന്നെ പുരോഗമനവാദികൾക്കും പിന്നെ സെക്കുലറിസ്റ്റുകൾക്കും ഉണ്ട്. എല്ലാം കൂടെ ഒരു പ്രത്യേക കളമാണ്. ആരും പ്രതീക്ഷിക്കാത്ത അൺപ്രസിഡൻറ്റഡ് ഇൻസിഡൻസാണ് ഉണ്ടായിരിക്കുന്നത് എമ്പുരാനെ കൊണ്ട്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഇനി കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല.
ഇനി ആളുകൾ വീണ്ടും ഞാൻ പറഞ്ഞില്ലേ, ചില ആളുകൾ എന്താണ് കട്ട് ചെയ്തതിന് ശേഷം ഇന്ന് കാണാൻ വേണ്ടി കാണും. പിന്നെ എമ്പുരാൻ ടിക്കറ്റ് കിട്ടാത്ത ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഉണ്ട്, എനിക്കറിയാം. പേഴ്സണലി ചോദിക്കുന്നുണ്ട് ടിക്കറ്റ് കിട്ടാൻ വഴിയുണ്ടോ. ആ ടിക്കറ്റ് കിട്ടാനില്ല, ഹൗസ് ഫുള്ളാണ്. എവിടെയും കണ്ടോ 1-2 സീറ്റ് മുന്നിൽ അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് കാണാൻ. ഒരു തവണയെങ്കിലും ഇത് കാണണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ കയറി കാണും. അങ്ങനെ ഒരു ലോങ് റണ്ണിൽ ഇത് പോവും, വലിയ കളക്ഷൻ നേടും, സിനിമ സാമ്പത്തികമായിട്ട് വലിയ വിജയമാകും, സകല റെക്കോർഡ്സും മോഹൻലാലിൻ്റെ പേരിലാവും. അങ്ങനെ ഈ സിനിമ OTT ഇറങ്ങുക ഈ കട്ട് ചെയ്ത ഭാഗമായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് OTT ഇറങ്ങുമ്പോൾ ഈ സിനിമയ്ക്ക് അലവൻസ് ഇല്ല, കാരണം എല്ലാവരും കണ്ട് കാണും അപ്പോഴേക്കും. അങ്ങനെ പിന്നെ L3 വരെ ഈ സിനിമ ഒരു ഇക്വിലിബ്രിയത്തിൽ അങ്ങനെ നിൽക്കും എന്നുള്ളതാണ്. ബാക്കി L3 വരുമ്പോൾ അറിയാം.